അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ മക്കളെ, ഒന്നും പറയാനില്ല. നേരം വെളുത്ത് വാട്സപ്പ് തുറന്നു നോക്കിയാൽ കുരുവട്ടൂരുകൾ തമ്മിലുള്ള അടി കാണാനേ എനിക്ക് നേരമുള്ളൂ. വേറൊന്നും കാണാനുള്ള നേരമില്ല. ഇവരുടെ അടി കാണുക, ചിരിക്കുക. മറ്റു ഗ്രൂപ്പുകളിലേക്കൊന്നും ഞാൻ ഇങ്ങനെ പോവലില്ല, നേരമില്ല. കാരണം ഇത് കേട്ട് ചിരിക്കണ്ടേ, അതിന് തന്നെ സമയമുള്ളൂ. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് 4 ഉള്ളൂ ആകെ. ആ 4 ഓരോ ഗ്രൂപ്പ് ഉണ്ട് എന്നാ തോന്നുന്നത്. അഷറഫ് സഅദി പാലപ്പെട്ടി, ഈ ചങ്ങായി സഅദിയ, സമദ് തൊരിയൂര്, കുഞ്ഞഹമ്മദ്, നൗഷാദ്, ഇവർക്കൊക്കെ ഓരോ ഗ്രൂപ്പാന്ന് തോന്നി. കോമാട്ടിന്റെ വക വേറെ ഗ്രൂപ്പ് ഉണ്ട് തോന്നി. ഈ അഷറഫ് തന്നെ പറയുന്നുണ്ട്, എന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളൊന്നുമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഇന്ത്യ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാ പറയുന്നത്. ഏതായാലും പരക്കടിയ, അവർ തമ്മിൽ തന്നെ പരക്കടിയ. നൗഷാദ് ഒരു വോയിസ് ഇടുമ്പോഴേക്ക് അതിനെതിർക്കാൻ അഷറഫോ സമദോ കുഞ്ഞഹമ്മദോ അല്ലെ വേറെ ആരെങ്കിലും വന്നിട്ട് അതിനെതിർക്കുക. സമദ് ഒരു വോയിസ് ഇടുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ വന്ന് എതിർക്കുക. ഇങ്ങനെ ഇവരെ അടി കാണാനേ നേരമുള്ളൂ. 2025 വന്നതോടുകൂടി അടി കുറച്ച് ബലം കൂടിയിട്ടുണ്ട്. ഏതായാലും നല്ല പൊടിപൂര. ഈ അഷറഫ് പറയുന്നത്, നിങ്ങൾ വെലിങ്ങനെ ആ കുട്ടികളെ എതിർക്കൊന്നും വേണ്ട, പാട്ടുപാടിയ കുട്ടികളാ. കാരണം നിങ്ങൾ ചെയ്തത് എന്തൊക്കെയാന്നുള്ളത് ഞങ്ങൾക്കറിയാം. പത്ര കട്ടിങ് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്, തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് നൗഷാദിനോട് പറയുന്നത്. മാത്രമല്ല, നൗഷാദിനോട് പറയാം, നിരീശ്വരവാദിയാണെന്നാണ് നൗഷാദിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് കുട്ടികളോട് പോയി മാപ്പ് പറഞ്ഞോ, ഇനി ചിലക്കാൻ നിൽക്കണ്ട. ചിലച്ചാല് വിവരം അറിയുന്ന അഷറഫ് പറയുന്നത്. എന്താ ചെയ്യാ, അവർ തമ്മിലടി, ഒറ്റൊന്നിനും ഐക്യമില്ല. ഓരോന്ന് വേറെ വേറെ പറയുക. എന്താ ഇപ്പൊ കാട്ടുക? നമ്മളിങ്ങനെ ചിരിക്കന്നെ. കോമാട്ട് ജാലിൽ അബ്ദുള്ളന്റെ നിയന്ത്രണമൊക്കെ പറ്റ വിട്ടു എന്നാ തോന്നുന്നത്. ഓനൊരു വൃത്തമൊക്കെ വരച്ചിരുന്നു എന്ന് നൗഷാദ് മുമ്പ് പറയുന്നത് കേട്ടു. അനങ്ങാൻ കഴിയില്ല നിങ്ങൾക്ക്. ഏതെല്ലാം വഴികളിലൂടെ പോയി നോക്കിയാലും ഞങ്ങളുടെ മശായിഖന്മാർ വരച്ച വൃത്തത്തിന്റെ ഉള്ളിലേക്ക് വരാൻ കെൽപ്പുള്ള ഒരാൺകുട്ടിയും അക്കൂട്ടത്തിൽ ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ പൂട്ടിച്ചത് തുറപ്പിക്കാനും നിങ്ങൾ തുറന്നത് പൂട്ടിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ വൃത്തത്തിന്റെ ഉള്ളിലാണ് എല്ലാവരും ഉള്ളത്. ആ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് വേറൊരാൾക്ക് കയറാനോ ആ വൃത്തത്തിന്റെ പുറത്തേക്ക് കോമാട്ട് ജാലിൽ അബ്ദുള്ളന്റെ അനുവാദമില്ലാതെ കടക്കാനോ കഴിയില്ല എന്നൊക്കെ ഇവർ പറഞ്ഞു. അവിടെയാണ് ഇപ്പൊ അടി കൂടുന്നത്. ആ വൃത്തത്തിന്റെ ഉള്ളിൽ അടി. ഈ വൃത്തത്തിന്റെ ഉള്ളിലുള്ള ആളുകളെ നിയന്ത്രിക്കാൻ കോമാട്ടിനിട്ട് കഴിയൊന്നുമില്ല. എന്താ ചെയ്യാ? ഇപ്പൊ ഗ്രൂപ്പ് ചെന്ന് നോക്കിയാല് കാലിച്ചന്തയാണെന്ന് തോന്നിപ്പോവും. ആ ജാതി അടിയാണ് ഗ്രൂപ്പിൽ. നൗഷാദ് ഒരു വോയിസ് ഇടാൻ നേരില്ല, അപ്പോഴേക്ക് അഷറഫ് പാലപ്പെട്ടിന്റെ വോയിസ് 4 വരുന്നത്. സംഗതി എന്താ നിങ്ങൾക്കറിയോ? ഈ അഷറഫ് പാലപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരനാ. ആ ചങ്ങായി തൊള്ളെ തോന്നിയതൊക്കെ പാട്ടാക്കൂ. മടവൂരാരാ പഠിച്ചോനാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ തന്നെയാണ് മടവൂര് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ടുണ്ടാക്കും. അതിനാരും എതിർക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ പാട്ടിനെ എതിർക്കുന്നവരെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ കോമാട്ട് ജാലിൽ അബ്ദുള്ള ഇതിനൊരു തീരുമാനം എടുത്തു കൊടുക്കണ്ടേ? ഈ പാട്ട് പാടാൻ പാടില്ല, ഈ പാട്ട് പാടിക്കോ, അതെന്റെ നിയന്ത്രണത്തിലുള്ള പാട്ടാണ്, മറ്റേ പാട്ടുകൾ ഞാൻ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയ പാട്ടാണ് എന്നൊക്കെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ട. അതൊന്നും പഠിപ്പിച്ചു കൊടുക്കൂല. ഇവരെ തമ്മിൽ തല്ലിക്കുക, കാട്ടിലിരുന്ന് അത് നോക്കി ചിരിക്കുക. കാരണം നിയന്ത്രിക്കുന്ന ആൾക്ക് ഇങ്ങനെ കാണാൻ കഴിയല്ലോ, വേറെ ആരുമില്ലെങ്കിൽ. ഏതായാലും നമുക്കതൊന്ന് കേട്ടു വെക്കാം, നല്ല രസമുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, കല്യാണക്കൾ വന്നാ എന്താ പാട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ലോകത്ത്? ഞാൻ പറയുന്നു നിങ്ങളോട്, നിങ്ങൾ സഖാഫി എന്ന് ഇനി പറയരുത്. ഇതൊക്കെ കുറ്റം പറയുന്നത് ദീനിയായ മനസ്സുകൊണ്ടല്ല. ദീനിയായ മനസ്സ് പറഞ്ഞ കരുണയും കാരുണ്യവും വാത്സല്യവും വിട്ടുവീഴ്ചയാണ്. ഇത് സോഷ്യൽ മീഡിയ മനസ്സാണ്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആളാവാം, അത് എന്ത് തെറ്റ് ചെയ്തിട്ടെങ്കിലും ആളാവാന്നുള്ളത്. കുട്ടികളെ കുറ്റം പറയുമ്പോൾ ഉള്ളതന്നെ ആയിക്കോട്ടെ, ഉള്ള കുറ്റം പറയണം, ഈബത്തും നമീമത്തും അസഭ്യം പറിച്ചാലും അത് എങ്ങനെ പൊറുക്കാനാണ്? ദീനിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ദീനാ പഠിച്ചത്? റുഷ്ദ മോളുടെക്ക് അവളുടെ ഭർത്താവ് കാണാത്ത കാഴ്ച കാണിക്കുമെന്ന് പാട്ടുപാടിയ ഏത് ദീന നിങ്ങൾ കഴിഞ്ഞു വേണ്ടത്? നിങ്ങൾ ചിന്തിച്ചു, ആ കുട്ടികളെ കുറ്റം പറയുമ്പോൾ ആ കുട്ടികൾ പുറത്തു തന്നാലല്ലാതെ ആ കുറ്റം അല്ല നിങ്ങൾക്ക് പുറത്തു തരില്ല. അവരെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ ആരാണെന്ന് എനിക്കറിയില്ല, അവരെ എൻ്റെ ഗ്രൂപ്പും അല്ല,
അവരെൻ്റെ ആരുമല്ല. പക്ഷെ തലപ്പാവും താടിയും ഒക്കെ കണ്ടപ്പോൾ അവരോട് എനിക്ക് കാരുണ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആ കാരുണ്യത്തിൻ്റെ ഭാഗത്ത് നിന്നില്ല, വിട്ടുവീഴ്ചയുടെ ഭാഗത്ത് നിന്നില്ല. കണ്ണടച്ചേക്കാമായിരുന്നു നിങ്ങൾക്ക്. കുട്ടികളെ നാറ്റിച്ച നിങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾ, നിരീശ്വരവാദികളും അള്ളാഹിൻ്റെ റസൂലിൻ്റെ പോക്സോ മുഹമ്മദ് എന്ന് പറയുന്ന പാർട്ടിയും ഈ പല കുറ്റങ്ങളും പറയും. നിങ്ങൾ അതൊന്നും പൊക്കി പിടിക്കാണ്ട് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കുട്ടികളെ പക്ഷത്ത് നിൽക്കാതെ ഈ നിരീശ്വരവാദികളുടെ പക്ഷത്ത് നിന്നത് വളരെ സങ്കടമാണ്. നിങ്ങൾ ഏത് ദീനാണ് നിങ്ങൾ അതിന് പ്രേരിപ്പിച്ചെന്ന് പറയാം. സഖാവെന്നോ അങ്ങനെ എന്തെങ്കിലും ഇട്ടേക്ക്. സഖാഫി എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ള ആളെന്നല്ലേ? ആ കുട്ടികൾ റുസ്തമോൾക്ക് അതിന്റെ ഭർത്താക്കന്മാരെന്തോ കാണിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നേരിട്ട് പോയിട്ട് റുസ്തമോളെ പോലുള്ള ഓരോരുത്തർക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്ത പണ്ഡിതന്മാരെ വാർത്ത നിങ്ങൾ കാലിന്റെ ചുവട്ടി പൊഴുത്തി വെച്ചിട്ട് പാവപ്പെട്ട മാതിഹികളായ കുട്ടികളെ കുതിര കയറുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. അവർ പാടിയത് തെറ്റാണെങ്കിൽ അവരെ വീട്ടിൽ പോയിട്ടോ നേരിട്ട് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഓഫീസിൽ വിളിച്ചിട്ടോ ഇപ്പൊ രഹസ്യമായിട്ട് ഉപദേശിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളെ ആളാവാൻ വേണ്ടിയിട്ട് അവരെ സോഷ്യൽ മീഡിയയിൽ നാറ്റിച്ചത് അല്ല പൊറുക്കൂല, ഒരിക്കലും പൊറുക്കൂല. ആ കുട്ടികളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും. നിങ്ങൾക്ക് അവരുപദേശിക്കാമായിരുന്നു. അവരുപദേശിച്ചിട്ടില്ലെങ്കിൽ അവരെ നാട്ടിലത്തെ ഖത്തീബിനോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ അവരപ്പന്മാരോട് പറയാമായിരുന്നു. അതൊന്നും ചെയ്യാതെ പൊതുജന മധ്യത്തിൽ ആ കുട്ടികളെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചവരെ അല്ല ഒരിക്കലും വെറുതെ വിടില്ല. ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ്, ആ കുട്ടികൾ മാപ്പ് തരാതെ അല്ല മാപ്പ് തരില്ല. ആ സമയത്ത് ആ കുട്ടികൾക്ക് അല്ല മാപ്പ് കൊടുത്തേക്കാം, അവരാരെയും വേദനിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് അല്ല മാപ്പ് തരില്ല, ഓർത്തോളണ്ടേ. ഈ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്റെ നേരെ കുതിരാറാൻ വരണ്ട. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇത് പറയാനുള്ള അധികാരവും സ്വാതന്ത്ര്യമൊക്കെ ഇന്ത്യ രാജ്യത്ത് എനിക്കുണ്ട്. ഈ ജാതി പാട്ടൊക്കെ പാടി ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഓന് മാത്രമേ കല്യാണമുള്ളൂ. ഞാൻ നിർത്തി. ഞാൻ എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഒരു ഗ്രൂപ്പിൽ സ്വാതന്ത്ര്യം അഡ്മിൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യ രാജ്യത്ത് എൻ്റെ സ്വാതന്ത്ര്യം പറയാനും അധികാരമുണ്ട്. പക്ഷെ ദീനിയായിട്ടല്ല ഞാൻ പറഞ്ഞു, ഞാൻ മനുഷ്യ തലത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞു. ദീൻ നിങ്ങൾ കൈകാര്യം ചെയ്തോളി, ഞങ്ങൾ മനുഷ്യ പക്ഷത്ത് നിന്ന് കൈകാര്യം ചെയ്യാൻ ഇന്ത്യ രാജ്യത്ത് നമുക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് പറഞ്ഞെന്ന് മാത്രം. ഞാൻ കുട്ടികളുടെ പക്ഷത്താണ്, മനുഷ്യപക്ഷത്താണ്. നിങ്ങളെ ആരെ പക്ഷത്താണ്? സുക്കംബർഗിന്റെ പക്ഷത്താണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ആളാവാനാണെങ്കിൽ ചെയ്തോളി. അള്ളാഹുടെ അടുത്ത് ആളാവാനാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ നേരിട്ട് പോയിട്ട് ഉപദേശിക്കണം. 10 പ്രാവശ്യം ഉപദേശിച്ചിട്ടില്ലെങ്കിൽ 11ാമത്തെ പ്രാവശ്യം നിങ്ങൾ ഉപദേശിക്കണം. അവരെ നാറ്റിക്കരുത്. ഒരാളുടെ അഴിബ് നിങ്ങൾ വെളിവാക്കി, നിങ്ങളെ 10 അഴിബ് അല്ല വെളിവാക്കും. വെളിവാക്കിയിട്ടുണ്ട്. പത്ര കട്ടിങ് സഹിതം പ്രസംഗിച്ച റുസ്തമോൾക്ക് നേരിട്ട് കാണിച്ചു കൊടുത്ത എൻ്റെ കട്ടിങ്ങൊക്കെ നമ്മളെ കയ്യിൽ നമ്മൾ പുറത്തു വിടില്ല. കാരണം എന്താ, നിങ്ങൾ അഴിവാക്കാനും നമ്മളെ ആളല്ല, അള്ള അതിനെ അനുവദിക്കുന്നില്ല. പത്രക്കാർ കട്ട് ചെയ്ത് നമ്മളെ സൂക്ഷിച്ച് വെച്ചാണ്. ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ആളായി വരുമ്പോൾ നമ്മൾ അതും പുറത്തുവിടും. ഈ പ്രസംഗിക്കുന്നവരുടെ കട്ടിങ്ങൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ വെറുതെ നമ്മൾ പുറത്തുവിടുക. കാരണം നിങ്ങളും തലപ്പാവും താടിയും പ്രസംഗകരും നമ്മുടെ സ്നേഹിതന്മാരൊക്കെയാണ്. നിങ്ങളെ അയബ് ഞങ്ങൾ മറച്ചു വെക്കും. നിങ്ങൾ അയബ് മറച്ചു വെച്ചാൽ 10 അയബ് ഞങ്ങളുടെ അല്ല മറച്ചു വെക്കും എന്നല്ല പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾക്കും അയബൊക്കെ ഉണ്ട്. ഞങ്ങളാരും പൂർണ്ണരല്ല, പല അയബും ഞങ്ങൾക്കുണ്ട്. അതൊക്കെ ഞങ്ങൾ അല്ല മറച്ചു വെക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ അയബുകൾ മറച്ചു വെക്കും. അതേപോലെ നിങ്ങൾ ആ കുട്ടികളെ അയബ് മറച്ചു വെച്ച് ഉപദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അല്ല തരുന്ന സൗഭാഗ്യങ്ങൾക്ക് കയ്യും കണക്കുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്കിനി പുറത്തു തരണമെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിന്റെ വേദനകൾ പോയി മാറ്റണം എന്ന് എനിക്ക് പറയാം. എൻ്റെ അഭിപ്രായമാണിത്. ഇപ്പോഴത്തെ അഭിപ്രായം എങ്ങനെയാണ്? ഇനി എനിക്ക് അഭിപ്രായം മാറാം. ഇതല്ല ശരിയെന്ന് ഇതിലാരെങ്കിലും ബോധ്യപ്പെടുത്തിയത് ഞാൻ അഭിപ്രായം മാറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്ന അഭിപ്രായം ഇതാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.